നമസ്കാരം. ബാക്കി പത്രത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അബ്ദുൽ നാസർ മഅ്ദനി, ആ പേരിന് നാനാർത്ഥങ്ങളേറെയാണ്. മതപണ്ഡിതൻ, പ്രഭാഷകൻ, രാഷ്ട്രീയ നേതാവ്, തീവ്ര ആശയങ്ങളുടെ സൂക്ഷിപ്പുകാരൻ, അങ്ങനെ നിരവധി അർത്ഥങ്ങൾ. ഏറ്റവും ഒടുവിൽ മനുഷ്യാവകാശ നിഷേധങ്ങളുടെ ജീവിക്കുന്ന ബിംബം. വർത്തമാനകാല വാർത്തകളിൽ അബ്ദുൽ നാസർ മഅ്ദനി വീണ്ടും ചൂടുള്ള ചിന്തയാകുന്നു. മഅ്ദനി എന്ന വാക്കിന്, മഅ്ദനി എന്ന മനുഷ്യന് ഇത്രയേറെ അർത്ഥാന്തരങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കേരള രാഷ്ട്രീയത്തെ നിരവധി തവണ പ്രക്ഷുബ്ധമാക്കിയ അൻവാർ ശേരി ഇന്ന് മൂകമാണ്. മഅ്ദനി എന്ന അബ്ദുൽ നാസർ മഅ്ദനി ചെയർമാനായ അനാഥാലയവും പാഠശാലയും ഇന്ന് കാത്തിരിക്കുന്നു. വാക്കുകളുടെ കരുത്തുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചക്രവാളങ്ങളിൽ പ്രതിധ്വനികൾ തീർത്ത ഒരു ശബ്ദ സാന്നിധ്യത്തെ. അൻവാർ ശേരിയുടെ ഈ കവാടം പത്രങ്ങളുടെ തലക്കെട്ടുകളിലും ചാനലുകളിലെ എക്സ്ക്ലൂസീവ് വാർത്തകളിലും പലതവണ ഇടം പിടിച്ചിട്ടുണ്ട്. അപൂർവമായ ചരിത്രമുഹൂർത്തങ്ങൾക്ക് നിരവധി പ്രാവശ്യം ഇവിടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വാക്കുകൾ ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ളതാണെന്ന തിരിച്ചറിവിൽ ഭരണകൂടവും അതിൻ്റെ മർദ്ദനോപാധികളും പിന്നെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനിറങ്ങിയ രാഷ്ട്രീയ വർഗീയ ശക്തികളും ചേർന്നൊരുക്കിയ നാടകത്തിൻ്റെ ദയാരഹിതമായ ഒരു ഓർമ്മ ഇവിടെ തിടം വെച്ച് കിടക്കുന്നു. അൻവാർ ശേരി യതീംഖാനയുടെ ചെയർമാനാണ് അബ്ദുൽ നാസർ മഅ്ദനി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അനാഥരും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളില്ലാത്തവരും നിരാലംബരുമായ നിരവധി കുട്ടികൾ ഇവിടെ താമസിച്ച് പഠനം നടത്തുന്നു. അവരുടെ ഭക്ഷണം, താമസം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നതും ഇവിടെ തന്നെ. ഇസ്ലാം എല്ലാ കാലത്തും സ്നേഹത്തിന്റെ മതമാണെന്ന ബോധ്യപ്പെടൽ അൻവാർ ശേരിയിലെത്തുന്ന ഏവർക്കും ഉണ്ടാകുമെന്നത് നിസ്സംശയം പറയാം. എങ്കിലും അനാഥാലയങ്ങൾ അരക്ഷിതമായ ഒരു സാമൂഹ്യ പരിസരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അത് കേരളത്തിൽ പെരുകി വരുന്നത് ആശങ്കയോടെ വേണം നോക്കിക്കാണുവാൻ. നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ആശ്രയമാണ് ഈ സ്ഥാപനം. മാതാപിതാക്കളില്ലാത്ത, സംരക്ഷിക്കാൻ വേണ്ടത്ര മറ്റാരുമില്ലാത്ത വിദ്യാർത്ഥികളെ ദത്തെടുത്ത് അവരുടെ വിദ്യാഭ്യാസം, ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ എല്ലാ ചെലവുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിശാലാർത്ഥത്തിൽ ഉള്ളൊരു സ്ഥാപനമാണ് അൻവാർ ശേരി ഈ അനാഥാലയം. ഇതിൻ്റെ നട്ടെല്ലായിരുന്നു ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅ്ദനി അവറുകൾ, ഉസ്താദ് അവറുകൾ. അദ്ദേഹത്തിൻ്റെ അഭാവം ഈ സ്ഥാപനത്തിനെ വല്ലാതെ തളർത്തുകയും അതിൻ്റെ പ്രവർത്തനത്തിൽ വല്ലാത്ത ക്ഷീണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗവേദികളിലും മറ്റും സ്ഥാപനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സംഭാവനകൾ കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എങ്കിലും അതറിയാവുന്ന സമുദായ അംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ സ്ഥാപനത്തിനേറ്റിട്ടുള്ള ക്ഷീണം മനസ്സിലാക്കിയ സമുദായ അംഗങ്ങൾ ആത്മാർത്ഥമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ സ്ഥാപനം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു പങ്കും വരാത്ത വിധം, അവരുടെ ഭക്ഷണത്തിനോ മറ്റ് സംവിധാനങ്ങൾക്കോ യാതൊരു കോട്ടും വരാത്ത വിധം ഇതുവരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ പ്രവർത്തകർക്കും സംഘാടകർക്കും കഴിയുന്നുണ്ട്. മതപഠനത്തിനും ഭാഷാ പഠനത്തിനും ഇവിടെ ഊന്നൽ നൽകുന്നു. പല പ്രായത്തിലുള്ള കുട്ടികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയവരാണ്. ചിട്ടയും അച്ചടക്കവും പ്രകടമാണ്. അബ്ദുൽ നാസർ മഅ്ദനി എന്ന മഅ്ദനി ഇവരുടെ മദനി ഉസ്താദാണ്. അവർക്ക് പ്രിയപ്പെട്ടവനും. സ്നേഹത്തിന്റെ മധുരം പുരണ്ട ഓർമ്മകൾ ഈ കുരുന്നുകൾക്കുണ്ട്. മഅ്ദനി ഉസ്താദ് നമ്മുടെ വാപ്പാടെ സ്ഥാനത്താണ്. മഅ്ദനി ഉസ്താദ് പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ ധാരാളം മുട്ടായികളും സമ്മാനങ്ങളും വാങ്ങിച്ചു കൊണ്ടുതരും. മഅ്ദനി ഉസ്താദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ധാരാളം ആൾക്കാർ പൊട്ടിക്കരയുകയും ബോധം കെട്ടി വീഴുകയും ചെയ്തു. മഅ്ദനി ഉസ്താദിന് വേണ്ടി എന്നും നമ്മൾ ദുആ ചെയ്യുകയും മഅ്ദനി ഉസ്താദിനെ
ഓർത്ത് കരയുകയും ചെയ്യും. മഅ്ദിനി ഉസ്താദിൻ്റെ മുഖം ഇനി നമ്മുടെ മനസ്സിൽ നിന്ന് മായുകയില്ല. 2010 ഓഗസ്റ്റ് 17 ബാംഗ്ലൂർ സ്ഫോടന കേസിൽ മാദിനിയെ ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ്. ഇവിടെ കുട്ടികൾക്കൊപ്പം പ്രാർത്ഥന കഴിഞ്ഞാണ് മാദിനി അറസ്റ്റ് വരിക്കുന്നത്. അതിൻ്റെ ഭീതി പടർത്തുന്ന ഓർമ്മകൾ ഇപ്പോഴും ഇവരിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മോചനത്തിനായി പ്രാർത്ഥനകളിലും സമരങ്ങളിലും അവരും പങ്കെടുക്കുന്നു. 2007 മുതൽ അൻവാർ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ. ആ കാലത്താണ് ഉസ്താദ് അബ്ദുൽ നാസർ മാദിനി ഉസ്താദ് ജയിലിൽ മോചിതനായിട്ട് വളരെ നിരപരാധിയായിട്ട് 100% നിരപരാധിയായിട്ട് കേരളക്കരയിലേക്ക് വരുന്നതും വളരെ സുതാര്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ സേവനവും നടത്തുന്നത്. അബ്ദുൽ നാസർ മാദിനി ഉസ്താദ് ഞങ്ങൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടവനായിരുന്നു. ഉസ്താദ് ഈ അൻവാർ ഷേരിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഉസ്താദിൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാതെ ഞങ്ങളെ റൂമിലേക്ക് വിളിച്ചിരുത്തുകയും ഞങ്ങളുടെ പഠനത്തെക്കുറിച്ച് ചോദിക്കുകയും ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിക്കുകയും അതുപോലെ തന്നെ എന്നിട്ട് അവസാനം ഞങ്ങൾക്കെല്ലാം ഒരു മുത്തം തന്നിട്ട് ഞങ്ങളുടെ മുട്ടായി തന്നു വിടുകയും ചെയ്യും. വളരെയധികം ഞങ്ങളുടെ എല്ലാം പിതാവിനേക്കാളെല്ലാം ഉപരി സ്നേഹം തന്ന് ഞങ്ങളെല്ലാം നല്ലപോലെ താലോലിച്ചിരുന്നു ഞങ്ങൾ ഉസ്താദായിരുന്നു. ഞങ്ങളിവിടെ ഓരോ ദിവസവും ഓരോ മാസവും ഉസ്താദിന് ജാമ്യത്തിന് അപേക്ഷിച്ച് അതിൻ്റെ വാർത്തകൾ വരുമ്പോൾ ഞങ്ങളെല്ലാം വളരെയധികം പ്രതീക്ഷയോടുകൂടി ഇരിക്കും. ഞങ്ങളെല്ലാം വാർത്താ ചാനൽ ഞങ്ങളെ പഠനങ്ങളെല്ലാം ക്ലോസ് ചെയ്തിട്ട് വാർത്താ ചാനലുകൾ ഞങ്ങൾ നോക്കിയിരിക്കും. ഉസ്താദിന് ഇപ്പോൾ കിട്ടും, ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷയിൽ. പക്ഷേ വളരെയധികം നിരാശയായിരിക്കും. അത് പിറ്റത്തെ ആഴ്ചയ്ക്ക് മാറ്റിവെച്ചു, അല്ലെങ്കിൽ കോടതി നിരുപാധികം തള്ളി എന്നുള്ള വളരെയധികം നിരാശാജനകമായ രീതിയിലുള്ള വാർത്തകളായിരിക്കും എന്നും ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഞങ്ങൾ ഉസ്താദിന് വേണ്ടിയുള്ള സമരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളിലും അതുപോലെ സമ്മേളനങ്ങളിലും ധർണകളിലുമെല്ലാം ഞങ്ങളും പങ്കെടുക്കാറുണ്ട്. ഞങ്ങൾ അങ്ങനെയെങ്കിലും ഉസ്താദിന് ഒരു അനുകൂലമായൊരു ചലനം ഈ കേരളക്കരയിൽ ഉണ്ടാവട്ടെ എന്ന് കരുതി ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഉസ്താദിൻ്റെ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള സമരങ്ങളിൽ ഞങ്ങളെല്ലാം വളരെ ആത്മാർത്ഥയോട് പങ്കെടുക്കാറുണ്ട്. ഇത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയിലുള്ള തോട്ടുവാൽ മനസ്സിൽ. ഇവിടെ 1966 ജനുവരി 18 അധ്യാപകനായിരുന്ന അബ്ദുൾ സമദ് മാസ്റ്ററുടെയും അസ്മ ബീവിയുടെയും മകനായി അബ്ദുൽ നാസർ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ പ്രസംഗത്തിൽ മികവ് പുലർത്തിയിരുന്ന അബ്ദുൽ നാസർ 17-ാം വയസ്സിൽ മതപ്രഭാഷകനായി. പിൽക്കാലത്ത് അൻവാർ ശേരി യത്തീംഖാനയുടെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. മാതൃഭൂമി കുറെ ദിവസങ്ങളായിട്ട് നമ്മളെ കൊല്ലുകയാണ്. കോടതി പറഞ്ഞു, ശരി, സൂഫിയ മഅ്ദിനിക്ക് ബസ് കത്തിക്കുന്നതിന് പങ്കുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. പിറ്റേ ദിവസത്തെ വീക്ഷണം പത്രം, അത് കോൺഗ്രസിന്റെ മുഖപത്രമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, അവരതിന് കൊടുത്ത പ്രാധാന്യമാണ്. ദേ നോക്ക്, ബസ് കത്തിച്ച സംഭവം, സൂഫിയയുടെ ബന്ധം കണ്ടെത്തണം കോടതി. ഇന്നലത്തെ മലയാള മനോരമ പത്രം നിങ്ങൾ നോക്ക്, സൂഫിയ മഅ്ദിനിയുടെ തീവ്രവാദ ബന്ധം അന്വേഷിക്കാൻ ഉത്തരവ്. എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എന്നെ നശിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ എത്ര എഴുതിയാലും ഞാൻ നശിക്കുകയില്ല. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. മഅ്ദിനിയെ കേരളത്തിന്റെ പൊതുസമൂഹം ശ്രദ്ധിച്ചത് ISS രൂപീകരണത്തോടെയാണ്. RSSന് ബദൽ എന്ന രൂപത്തിൽ അവതരിപ്പിച്ച ISS നിരോധിക്കപ്പെട്ടതോടെ മഅ്ദിനിക്ക് ഒരു തീവ്രവാദ പരിവേഷം ലഭിച്ചു. അതിനുശേഷം PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വന്നപ്പോഴും ദലിത് പിന്നാക്ക വിഭാഗങ്ങളുടെ കൂട്ടായ്മ എന്ന ആശയത്തെ ജനകീയമാക്കുന്നതിൽ PDPയും പരാജയപ്പെട്ടു. മഅ്ദിനിക്ക് കൈവന്നുപോയ പരിവേഷങ്ങളിൽ ആശയങ്ങളൊക്കെ മുങ്ങിപ്പോയി എന്നതാണ് വാസ്തവം. ഹൈന്ദവ ഫാസിസം കൊടികുത്തിവാണ 90കളിൽ സ്വയം പ്രതിരോധമെന്ന മുദ്രാവാക്യമുയർത്തി അബ്ദുൽ നാസർ ISSന് രൂപം കൊടുത്തു. പ്രസംഗത്തിലെ അമിതാവേശം ISSന് മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വിപുലമായ അടിത്തറയുണ്ടാക്കിക്കൊടുത്തു. അപക്വവും എന്നാൽ വികാരഭരിതവുമായ പ്രസംഗങ്ങൾ മാദിനിക്ക് ഒരു മതമൗലികവാദിക്കപ്പുറമുള്ള പരിവേഷം ചാർത്തിക്കൊടുക്കുകയായിരുന്നു. 1992 ഓഗസ്റ്റ് 6 അൻവാർ ശേരിക്കടുത്തുവെച്ച് തന്നെ അദ്ദേഹത്തിനെതിരെ വധശ്രമം നടക്കുകയും വലതുകാൽ നഷ്ടപ്പെടുകയും ചെയ്തു. 1992 ഇന്ത്യയുടെ മതനിരപേക്ഷതയെ കഠിനമായി മുറിപ്പെടുത്തിക്കൊണ്ട് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു.
തുടർന്ന് ISSഉം RSSഉം നിരോധിച്ചു. നിരോധനം പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ISS പിരിച്ചുവിട്ടു. 1993 അദ്ദേഹം PDP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരെ പ്രതിനിധീകരിക്കുന്നതിൽ മുസ്ലിം ലീഗ് പരാജയപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം മാദിനി സാമാന്യ ജനത്തിനൊപ്പം നിന്നു. ദളിതരുടെയും അധസ്ഥിതരുടെയും മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെയും ഏകീകരണവും ഉന്നമനവും PDPയിലൂടെ മാദിനി മുന്നോട്ട് വെച്ചപ്പോഴും അതിന് ഒരു പൊതു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞില്ല എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. PDP പലപ്പോഴും മാദിനി എന്ന ഒറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തു. കേരളീയ രാഷ്ട്രീയത്തിൽ മാദിനി ഒരു നിർണായക ശക്തിയായി വളർന്നു വരുന്നത് വർഗീയ ശക്തികളും യാഥാസ്ഥിതികരായ മുസ്ലിം ലീഗ് നേതൃത്വം പോലും അസഹിഷ്ണുതയോടെയാണ് വീക്ഷിച്ചിരുന്നത്. തുടർന്ന് നടന്ന സംഭവങ്ങൾ നീതീകരിക്കപ്പെടുവാനാവാത്തതായിരുന്നു. അറസ്റ്റ്, ദീർഘനാളത്തെ വിചാരണ തടങ്കൽ, നിരപരാധിയെന്നറിഞ്ഞ് വിട്ടയക്കൽ, പിന്നെയും അറസ്റ്റ്, തുടർന്ന് വിചാരണ തടങ്കൽ. പൊതുവിൽ പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, അണികളും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്ന ഏതൊരാളും ആ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്താലാണ് അറിയപ്പെടുന്നത്. ആ ആശയമാണ് ആ വ്യക്തിയിലൂടെ പ്രകാശിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ മദനി അവതരിപ്പിച്ച ആശയം അദ്ദേഹത്തിന് സ്വീകാര്യതയും അതുപോലെ തന്നെ തിരസ്കാരവും നൽകിയിട്ടുണ്ടെന്ന് കാണേണ്ടി വരും. PDP രൂപീകരിക്കുമ്പോൾ മദനി മുന്നോട്ട് വെച്ച ഒരാശയം മർദ്ദിത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം മാർജിനലൈസ്ഡ് ആയിരിക്കുന്ന എല്ലാ വിഭാഗത്തിൻ്റെയും ജനാധിപത്യം. അത് കൃത്യമായി പറഞ്ഞാൽ ഇതുവരെ ജനകീയ മുന്നണിയിലെത്താൻ കഴിയാതെ പോയ വിഭാഗങ്ങളുടെ, സ്ത്രീകളുടെ, അതുപോലെ തന്നെ ദളിതരുടെ, അങ്ങനെ മാർജിനലൈസ് ചെയ്തിരിക്കുന്ന എല്ലാ വിഭാഗത്തിൻ്റെയും ജനാധിപത്യ അവകാശത്തെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് മതന്യൂനപക്ഷങ്ങളുടെയും മാർജിനലൈസ്ഡ് വിഭാഗങ്ങളുടെയും ഈ ജനാധിപത്യം എന്ന ആശയം മദനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മദനി കേവലം ഒരു മതപ്രഭാഷകനോ മതപണ്ഡിതനോ അതുമാത്രമല്ല മുസ്ലിം സമുദായത്തിലുള്ള പ്രവർത്തകനോ അല്ലാതാകുന്നു. അതാണ് അതിൻ്റെ സാധ്യത. പക്ഷേ ഇത്തരമൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നത് വഴി മദനിക്കുണ്ടായ ഒരു തിരസ്കാരം പ്രമുഖ മുസ്ലിം സംഘടനകളിൽ നിന്നാണ്. അത്തരമൊരു യഥാർത്ഥത്തിലുള്ള ജനാധിപത്യ ധാര മുന്നോട്ട് വരുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യാഥാസ്ഥിതിക മുസ്ലിം സംഘടനകളുണ്ട്. അവയുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അവർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരും അതുപോലെ തന്നെ സവർണ വിഭാഗവും മദനിയെ തിരസ്കരിച്ചു. ഇത് സമദ് മാസ്റ്റർ, അബ്ദുൽ നാസർ മാദിനിയുടെ പിതാവ്. തൻ്റെ മകനും കുടുംബവും നേരിട്ട നിരന്തരമായ വേട്ടയാടലിൽ അദ്ദേഹം ഇന്ന് തളർന്നുപോയിരിക്കുന്നു. എങ്കിലും മറവിക്കും മായ്ക്കുവാൻ കഴിയാത്ത വേദനകൾ ഓർത്തെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഴമുള്ള കണ്ണുകൾ നമ്മോട് പലതും പറയാതെ പറയുന്നു. എൻ്റെ മകൻ അബ്ദുൽ നാസർ മാദിനി ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് ഭരണകൂട ഭീകരതയുടെ ബലിയാടായി എല്ലാ സാമാന്യനീതിയും മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും ക്രൂരമായി നിഷേധിക്കപ്പെട്ട് ജയിലറകളിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടം കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലായിരുന്നു. ഇപ്പോൾ അത് കർണാടക ജയിലിലാണ്. ഈ നിരപരാധിയായ ഒരു പൊതുപ്രവർത്തകനാണ് അബ്ദുൽ നാസർ മാദിനി. എൻ്റെ പ്രിയപ്പെട്ട മകൻ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു ഉസ്താദാണ്. നിരപരാധിയായ അദ്ദേഹത്തെയാണ് നിരന്തരമായി ഈ ഭരണകൂടങ്ങൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ. ഭരണകൂടത്തിലിരിക്കുന്നവരുടെ താല്പര്യത്തിന് വേണ്ടി അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളും അവരുടെ സ്വാധീനങ്ങളും വിഭവങ്ങളുമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേസുകളിൽ കൊടുക്കുക, കോടതികളെ വളരെ ശക്തമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ കൊടുക്കുക, എന്നിട്ട് ഭരണകൂട ഭീകരത ഈ മകൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി
ജയിലിലടച്ചാൽ പിന്നെ വിചാരണയില്ലാതെ ജാമ്യമില്ലാതെ പരോളില്ലാതെ എല്ലാ അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും മൗലിക അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് സാമാന്യ നീതി നിഷേധിച്ചുകൊണ്ട് രോഗിയായി കഴിഞ്ഞ ഒരുപാട് ഒട്ടേറെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന അബ്ദുൽ നാസർ മദനിക്ക് സ്വതന്ത്രമായിട്ട് ഞങ്ങളുടെ തന്നെ ഉത്തരവാദിത്വത്തിൽ ഈ രാജ്യത്തുള്ള ഏതെങ്കിലും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ആണ് ഈ കാലഘട്ടങ്ങളെല്ലാം ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഈ മകനോട് ചെയ്യുന്ന ഈ അക്രമം കാരണമായിട്ടാണ് ഞങ്ങൾ മാതാപിതാക്കൾ ഇപ്പോൾ രോഗികളായി കഴിഞ്ഞത്. മാതാവ് ഡയബറ്റിസ് രോഗം വർദ്ധിച്ച് അനിയന്ത്രിതമായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാസങ്ങളായിട്ട്. അതുപോലെ ഞാൻ രോഗശയ്യയിലാണ്. ഈ മകനെ വീണ്ടും 9.5 വർഷം നിരപരാധിയായ മകനെ ജയിലിൽ അടച്ച് പീഡിപ്പിച്ച കാലത്ത് കഠിനമായ രോഗങ്ങൾക്ക് ചികിത്സ ലഭിച്ചില്ല. ചികിത്സിക്കാൻ വേണ്ടി ഭരണകൂടത്തിൻ്റെ തടസ്സം കൊണ്ട് കോടതി അനുവദിച്ചില്ല. ഭരണകൂടത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുള്ള റിപ്പോർട്ടുകൾ കൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഭരണകൂടത്തിന് വളരെ ഏറെ സാധിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തു നിന്നുള്ളത്. ഈ മകൻ പരിപൂർണമായ നിരപരാധിയാണ്. ഈ നിരപരാധിത്വം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതിയാക്കി ഒരുപാട് കള്ളക്കഥകളൊക്കെ പത്രമാധ്യമങ്ങൾ വഴി ആദ്യം പ്രചരിപ്പിച്ചു. അവസാനം കോടതി 9.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം, പീഡനത്തിന് ശേഷം നിരപരാധിത്വം പ്രഖ്യാപിച്ച് വിട്ടയക്കുകയുണ്ടായി. അപ്പോൾ അതിന് ശേഷമെങ്കിലും ഈ രാജ്യത്ത് സ്വതന്ത്രമായി ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പൗരന്മാർക്ക് അനുവദിച്ചിട്ടുള്ള നീതിയും അവകാശങ്ങളും അനുഭവിച്ചുകൊണ്ട് രാജ്യത്ത് സമാധാനമായി ജീവിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. സമദ് മാസ്റ്റർ ഇന്ന് നിസ്സഹായനാണ്. രോഗശയ്യയിലും കൂട്ടിനായി ഭാര്യയും അരികിലില്ല. രോഗം മൂർച്ഛിച്ച് ചികിത്സയിൽ കഴിയുന്നു. മകനും ഒപ്പം കുടുംബവും നേരിടേണ്ടി വന്ന ദുരിതപർവങ്ങളുടെ ഓർമ്മകൾ ഇടം പാർത്ത ഈ മുറിക്കുള്ളിൽ അദ്ദേഹം പ്രാർത്ഥനകളോടെ കിടക്കുന്നു. വിധിവിലാപങ്ങൾക്കപ്പുറത്ത് കാരുണ്യത്തിന്റെ പുതിയ വെളിച്ചം പുലരുന്നതും കാത്ത്. ബാക്കിപത്രം ഒരു പുനർവായനയാണ്. മറക്കാതെ നാം ഓർത്തിരിക്കേണ്ട വാർത്തകളുടെ പുനർവായന. അതൊരു ഇടപെടലുമാണ്, പൊതുസമൂഹത്തിലുള്ള ഇടപെടൽ. മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികതയും അതുതന്നെ. ഓർക്കുക, വാർത്തകൾ അസ്തമിക്കാറില്ല.